ഇക്കാലത്തേണ കുറഞ്ഞ് എടി പെട്ടെന്ന് വാടി, അല്ലെങ്കിൽ എന്നെ ഇനിയും ഇടിക്കുക, എന്നെ ഇടിച്ചിട്ട് റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നമസ്കാരം. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങളൊരു വാർത്ത എത്തിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പാലമുക്ക് കുരീപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച ഒരു യുവാവ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കുരീപ്പള്ളി സ്വദേശിയായിട്ടുള്ള സിയാദാണ് മരിച്ചത്. സിയാദിന് എന്ത് സംഭവിച്ചു, കസ്റ്റഡിയിലിരിക്കെ സിയാദിനെ എന്താണ് പോലീസുകാർ ഉപദ്രവിച്ചോ, എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഏതായാലും കസ്റ്റഡി മരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഈ കുടുംബത്തിനൊപ്പമാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 2 മക്കളടങ്ങുന്ന സിയാദിന്റെ കുടുംബം അങ്ങേയറ്റം വിഷമത്തിലാണ്. അവർ മുഖ്യമന്ത്രി അടക്കം ആഭ്യന്തര വകുപ്പിനടക്കം പരാതിയുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഹലോ 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 ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ വിളിച്ചോണ്ട് വന്നായിരുന്നു, ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. പാർവതി ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്നോ? അന്ന് സാർമാർക്ക് എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആണോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്നു. ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ. പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. എന്നോടൊപ്പം ഉള്ളത് സിയാദിന്റെ കുടുംബമാണ്. നിങ്ങളോട് ചോദിക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. കാരണം കസ്റ്റഡിയിൽ തന്നെയാണ് ഈ സിയാദിന് മരണം സംഭവിച്ചെന്ന് ഉറപ്പിച്ച് പറയാനുള്ള സാഹചര്യം എന്താ? ഉറപ്പിച്ച് പറയാന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതും എല്ലാം ഞങ്ങൾ കണ്ടു നിന്നവരാണ്. ഇക്ക ഒരു തെറ്റ് ചെയ്തില്ലെന്നും കണ്ടു നിന്നവരാണ്. അന്നേരം ഈ സ്റ്റേഷനിൽ ചെല്ലുന്നതിന് മുമ്പ് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ഇക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടി പെട്ടെന്ന് വാടി, എന്നെ ഇടിച്ച് ഫോണിൽ വിളിച്ചാണോ പറഞ്ഞത്? ഫോണിൽ വിളിച്ചാ പറഞ്ഞു. ഇക്കയുടെ ഫോൺ ലിസ്റ്റ് എടുത്താ കോൾ ലിസ്റ്റ് റെക്കോർഡ് കാണുമല്ലോ എന്തായാലും, അതെടുത്താ കിട്ടും. അതിനകത്ത് പറയുന്നുണ്ട്, ഇക്കാലത്തേണ കുറഞ്ഞ് എടി പെട്ടെന്ന് വാടി, അല്ലെങ്കിൽ എന്നെ ഇനിയും ഇടിക്കുക, എന്നെ ഇടിച്ച് റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലാണ് ഞങ്ങൾക്ക് എന്ത് കാരണത്തിലാണ് ഇവിടുന്ന് സിയാദിനെ കൊണ്ടുപോകുന്നത്? ഇവിടുന്ന് അല്ല കൊണ്ടുപോയത്, പെരുമ്പഴേന്നാണ്. ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് മാറിയിട്ടിപ്പോ 1 മാസം ആയതേ ഉള്ളൂ. അന്നേരം അവിടുന്ന് കൊണ്ടുപോകാൻ കാരണമെന്ന് വെച്ചാൽ തൊട്ടടുത്തൊരു കൊച്ചിനെ കാണാം, മിസ്സിംഗ് കേസ്. അങ്ങനെ 13 വയസ്സുള്ള 2 പിള്ളേരെ കാണുന്നില്ല പറഞ്ഞ് മീഡിയക്കകത്ത് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു 16-ാം തീയതി. അങ്ങനെ ദിവസം തന്നെ ഞങ്ങള് ഈ കൊച്ചിനായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. ഞങ്ങളെ പപ്പ നല്ല സ്നേഹവും കാര്യങ്ങളും, പിള്ളേർക്കൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും. അന്നേരം ഈ കൊച്ചുമായിട്ട് ഭയങ്കര സ്നേഹമൊക്കെ. അന്നേരം ഈ കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ പപ്പാക്കങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. അന്നേരം ഓട്ടോയില് ഞങ്ങൾ 4 പേരും കൂടെ പോയി കൊച്ചു പോകാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ പോയി തിരക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഞങ്ങൾ എല്ലായിടവും പോയി തിരക്കുകയൊക്കെ ചെയ്ത് എന്നിട്ടൊന്നും കൊച്ചിനെ കിട്ടിയിട്ട് ഡ്രൈവർ സ്റ്റേഷനിലോ അല്ലാത്ത കൊച്ചിന്റെ കൂട്ടുകാരുടെ വീട്ടില് കൊച്ചിന്റെ കൂടെ വേറൊരു കൂട്ടുകാരൻ ചെറുക്കനും കൂടാണ് കാണാതെ വന്നത്. അന്നേരം അവരെയൊക്കെ പോയി അവിടെ എല്ലാം ഞങ്ങൾ പോയി തിരക്കുവോ എല്ലായിടും. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ പപ്പയ്ക്ക് ദേഹം കുഴങ്ങിയത്. തല പെരുക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ പെട്ടെന്ന് വീട്ടിൽ പോവാന്ന് പറഞ്ഞു. കാര്യം എനിക്ക് ഗുളിക കഴിക്കുന്ന, സ്ഥിരമായിട്ട് ഫിക്സിന്റെ ഗുളികയൊക്കെ കഴിക്കുന്ന ഒരാളാ. അന്നേരം എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിപ്രഷൻ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് തല പെരുത്ത് അങ്ങ് വീഴുക. അന്നേരം അമ്മ പറഞ്ഞു എന്നാ വേഗം വീട്ടിൽ പോവാന്ന് പറഞ്ഞു. ഞങ്ങളെ വീട്ടിൽ ചെന്ന് വണ്ടി ഓഫ് ചെയ്ത് വീട്ടിന് അകത്തോട്ട് കേറിയതേ ഉള്ളൂ. കേറിയപ്പോഴത്തേക്ക് വയ്യാതെ വന്ന് അങ്ങനെ പെട്ടെന്ന് ഞാൻ ഇതൊക്കെ മാറ്റി താക്കോലൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കി, വെള്ളമൊക്കെ കൊടുത്തു. അന്നേരം ഗുളികയും കൊടുത്ത്. അന്നേരം ഞാൻ പറഞ്ഞു ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിക്കോ, തലയൊക്കെ വേദനയ്ക്ക്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, തലവേദന വരും, ഫിക്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയൊക്കെ, കണ്ണും വേദനയായിരിക്കും. അന്നേരം കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി. അത് കഴിഞ്ഞപ്പോ എനിക്കും അമ്മയ്ക്കും ഒരു സമാധാനം. ഇവള് വന്നിട്ട് പിന്നെ പോയി കിടന്നു കഴിഞ്ഞപ്പം എനിക്കും അമ്മയ്ക്കും ഒരു സമാധാനമില്ല, കൊച്ചിനെ കാണുന്നില്ല. എന്നിട്ട് ഞങ്ങളിങ്ങനെ കരയോ എന്തോ പറ്റിയും കുഞ്ഞിന് വല്ലതും പറ്റിയോ ഇങ്ങനെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചു ഈ കൊച്ചിന്റെ ചേച്ചിയും അവരുടെ അച്ചാമ്മയും കൂടെ. അന്നേരം അവര് സ്റ്റേഷനിൽ നിന്ന് വന്നേന്നില്ലെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അവർ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. അന്നേരം ഇവരും തിരക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ജീപ്പിൽ പോയി ഒരു അച്ചാമ്മയും
ആ പെങ്കൊച്ചും കൂടെ പോയി തിരക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സമാധാനമില്ല, കുഞ്ഞിനെ കാണാൻ. പിന്നെ അവർ അമ്മ ഗൾഫിൽ നിൽക്കുക. അന്നേരം അവരുടെ അമ്മയ്ക്ക് അവരുടെ അച്ഛനാന്ന് വെച്ച് വെള്ളം അടിച്ച് ഇവര് തിരക്കത്തൊന്നും ഇല്ലായിരുന്നു. വിളിച്ചായിരുന്നു, വിളിച്ചു വാടാ നമുക്ക് പോയി നോക്കാം, കൊച്ചിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നേരം പറഞ്ഞു അവൻ പോയി ചത്തോട്ടെ, കുഴപ്പമില്ല, എനിക്കില്ലാത്ത ദുഃഖം എന്തുവാടാ നിനക്കെന്ന് പറഞ്ഞു. നേരം സിയാദ് പറഞ്ഞു എനിക്ക് അങ്ങനെ പറ്റത്തില്ല. എന്നോട് പറഞ്ഞു പറ്റത്തില്ല, കൊച്ചിന്റെ അമ്മ ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു, ഭയങ്കര കരച്ചിൽ. പിന്നെ അവസാനം എന്റെ എണ്ണയൊക്കെ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് പൈസ കിട്ടുന്ന എണ്ണ അടിച്ച് ഒന്ന് പോയി നോക്കും. ഞങ്ങൾക്ക് സത്യത്തിൽ ആ കരച്ചിലും കൂടെ കേട്ടപ്പോഴത്തേക്ക് ഇതായിപ്പോയി. പിന്നീട് എന്താ പോലീസ് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഈ വിഷയത്തിൽ? അന്നേരം തന്നെ ഞാൻ പാർവതി എന്ന് പറയുന്ന ആ കൊച്ചിനെ വിളിച്ചപ്പോ ആ കൊച്ചാണെങ്കിൽ ഞാൻ എടി കൊച്ചിനെ കിട്ടിയോന്ന് വെച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ കിട്ടിയൊന്നുമില്ല, പിന്നെ ഇപ്പൊ എല്ലാരും കുരുക്കി കാണിച്ചു തരാന്ന് പറഞ്ഞു, കാണിച്ചു തരാന്നു അങ്ങനെ പെട്ടെന്നോ എന്തോ പറഞ്ഞു. ഇവള് എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് മോളം കട്ട് ചെയ്ത് മോള് കട്ട് ചെയ്തപ്പോ അന്നേരം ഞങ്ങൾ ഇങ്ങനെ വെളിയിൽ തന്നെ അമ്മ എന്താ അമ്മ അവൾ അങ്ങനെ പറഞ്ഞു, നമ്മള് കൊച്ചിനെ നോക്കൊണ്ടിരുന്നു, എന്താ അമ്മ അങ്ങനെ പറഞ്ഞു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജീപ്പ് വരുന്ന സൗണ്ട് കേട്ട് അവിടെ നിന്ന് കയറി വരുന്ന നിങ്ങൾ നോക്കുവന്ന് ജീപ്പ് ഉണ്ട്. അന്നേരം ജീപ്പ് നിർത്തി ആ പെങ്കൊച്ചും ജീപ്പിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. 12 മണി കഴിഞ്ഞപ്പോ ആ പെങ്കൊച്ചും ജീപ്പിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അബിൽവാസ് എന്ന് പറയുന്ന സാറും ഉണ്ടായിരുന്നു, ശ്രീജിത്ത് എന്ന് പറയുന്ന സാറും ഉണ്ടായിരുന്നു. പിന്നെ വേറെ രണ്ടുപേരും ഉണ്ടായിരുന്നു. പിന്നെ ഈ അതുൽ സാറ് പറഞ്ഞ് സിയാന്റെ വീടല്ലേ എന്ന് പറഞ്ഞാണ് സിയാനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുന്നത്. പറഞ്ഞ് കിടക്കോ ഗുളിക കഴിച്ചിട്ട് അവനെ വിളിക്കുന്ന കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോ മയക്കത്തിന്റെ ഗുളികയും കൂടെ വയ്യാതെയും കൂടെ കിടക്കില്ലായിരുന്നു. ഞങ്ങൾ വിളിച്ചിട്ട് എണീച്ചില്ല ആള്. പിന്നെ ഇവര് രണ്ടോട് ശ്രീജിത്ത് എന്ന് പറയുന്ന സാറും അതിൽ എന്ന് പറയുന്ന സാറും അങ്ങ് റൂമിനകത്ത് അങ്ങ് കയറി വിളിച്ച് അവരെ വിളിച്ചപ്പോ അങ്ങ് എണീച്ചു. എന്നിട്ട് ചോദിച്ച് എന്തോ സാറേന്ന് വെച്ചാൽ പറഞ്ഞ് ഇറങ്ങടാ, വെളിയിലോട്ട് ഇറങ്ങടാ, കാര്യം ഉണ്ടടാന്ന് പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇറക്കി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീജിത്ത് എന്ന് പറയുന്ന സാറും അതിൽ എന്ന് പറയുന്ന സാറും കൂടെ വീട്ടിനകം പരിശോധിക്കുമായിരുന്നു. പെട്ടിയാലും എല്ലാം തുറന്ന് ഇങ്ങനെ കൊതികൾ വരുന്നപ്പോ വരെ അത് തുറന്ന് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് അമ്മ ചോദിച്ചു എന്തിനാ സാറേ ഇതൊക്കെ നോക്കുന്നേന്ന് ചോദിച്ചു. പറ ഇതിനകത്ത് വല്ല ഇരിപ്പുണ്ടോന്ന് അറിയണ്ടേന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. വെച്ചിട്ടുണ്ടോന്ന് അറിയണോ ഞാൻ പറഞ്ഞു എന്നാ ശരി സാർ നോക്കോളാം. അത് കഴിഞ്ഞപ്പോ പപ്പായി വെളിയിറങ്ങി, പിള്ളേരപ്പോഴത്തേ വെളിയിറങ്ങി. അന്നേരം പിള്ളേരെ നിലവിളി കേൾക്കും. ഞാൻ അന്നേരം പെട്ടെന്ന് അങ്ങ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ ഇക്ക ജീപ്പിനകത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്തോ കാര്യം, എന്തോ സാറേ ഇക്ക എന്തിനാ ജീപ്പിൽ കയറ്റിയേ? ഞാൻ പറഞ്ഞു അതിപ്പോ പറയേണ്ട കാര്യമില്ല, നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാര്യം ഉണ്ടായിട്ടായിരിക്കും പിടിച്ചോണ്ട് പോകുന്നത്. അന്നേരവും സിയ ചോദിക്കുന്നത് എന്തിനാ മോളെ എന്തിനാ പാറു ഇങ്ങനെ ചോദിച്ചു, എന്തിനാ പാറു നീ എന്നെ ഇങ്ങനെ കുരുക്കുന്നത്, നിനക്ക് വേണ്ടി എല്ലാത്തിനും ഞാൻ നിന്നിട്ടില്ലേ പാറു, എന്തിനാ പാറു നീ ഇങ്ങനെ കാണിക്കും, ഞാൻ കണ്ണമോനെ അങ്ങനെ വല്ല ചെയ്യൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ. അന്നേരം അങ്ങ് വരണോന്ന് പറഞ്ഞു. ഭയങ്കര കരച്ചിലൊക്കെ വരുന്നു. പിന്നെ ചെറുക്കന്റെ അച്ഛൻ കുടിച്ചിട്ട് അവരുടെ വീട്ടിൽ കിടക്കുമായിരുന്നു. അങ്ങനെ അമ്മ പോയി വിളിച്ചിട്ട് അന്നേരം ഞാൻ ചോദിച്ചു വിഷ്ണു അണ്ണാൻ ഇവിടെ കിടക്കുന്നത്, തന്തേന്ന് പറയുന്ന ആൾ ഇവിടെ കിടക്കുക. എന്നിട്ട് എന്റെ ഇക്കായും ഞാനും എല്ലാരും കൂടെ അല്ലേ ഈ കിടന്ന് നോക്കിയത്. എന്നിട്ട് നിങ്ങളെ രക്ഷിക്കാൻ പോയ നിങ്ങളെ കുറ്റക്കാരായി. പിന്നീട് സ്റ്റേഷനിൽ ഇത്ര മർദ്ദനം ഏറ്റെന്നൊക്കെ എപ്പോഴാണ് പറയുന്നത്? അന്നേരം തന്നെ ഇവര് പോയതിന്റെ പുറകെ കുറച്ച് കഴിഞ്ഞപ്പോ പപ്പായുടെ ഫോണിൽ നിന്ന് ഒരു കോള് വരുന്നു, ഇടി വേഗം പാടി എന്നെ ഇടിച്ചിടി ഇവര്, ഇനി എന്നെ ഇടിക്കൂന്ന് പറഞ്ഞ് റിമാൻഡും ചെയ്യൂന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞു ഇല്ല വിളിച്ചിട്ട് ഇവിടെ ഫൈസൽ കുളപ്പാട് ആ മാമനെയൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്തുവാ ഇപ്പൊ പാർവതി എന്ന് പറയുന്നത് അവരുടെ അച്ചാമ്മ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഓട്ടോ തിരിച്ചു വന്നിട്ട് ആ ഓട്ടോയിൽ തന്നെയാണ് ഞങ്ങൾ കയറി സ്റ്റേഷന് മുമ്പിൽ ഇറങ്ങുന്നത്. അന്നേരം ഇവർ ഈ മിസ്സിംഗ് ആയ ചെറുക്കന്റെ അച്ഛനും ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ, ഞങ്ങൾ 4 പേരും കൂടെ പോകുന്നത്. മിസ്സിംഗ് ആയ ചെറുക്കന്റെ അച്ഛനും ഉണ്ട്. അന്നേരം അവിടെ ചെന്നപ്പോ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന സാറ് നല്ല കണക്ക് ഞങ്ങളോട് ദേഷ്യം, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്, എന്തോ കാര്യത്തിനാണ്. അന്നേരം അമ്മ പറഞ്ഞ് ഞങ്ങള് ഉറങ്ങി കിടന്ന ഇക്കായെ പിടിച്ചോണ്ട് പോയതില്ല, ഞങ്ങൾക്ക് അതിന്റെ എന്തോ നിങ്ങൾക്ക് അറിയണം, എന്തോ കേസ് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല, നിങ്ങളടുത്ത് എന്തിനാ ഞങ്ങൾ പറയുന്നത്, എന്തെങ്കിലും കാര്യമില്ല ഞങ്ങൾ പിടിച്ചോണ്ട് വരത്തില്ലല്ലോ നല്ലോണം പറഞ്ഞതാ. അന്നേരം ഞാൻ ചോദിച്ചു അത് ഇപ്പൊ സാറ് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു, ഇപ്പൊ ഒരു തെറ്റ് ചെയ്തില്ല, പിന്നെ എന്തിനാണ് പിടിച്ചോണ്ട് വന്നതെന്ന് ഞാൻ ചോദിച്ചു. സാറിന്റെ അടുത്ത് പറഞ്ഞേ അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങള് അവിടെ പറഞ്ഞായിരുന്നല്ലോ ഗുളിക കഴിച്ചിട്ട് കിടക്കുവാണ്, വയ്യാതെ കിടക്കുവാന്ന് പറഞ്ഞപ്പോ അന്ന് ഈ അതിൽ സാറിന്റെ കാര്യം എന്തോ ഗുളിക കഴിച്ചിട്ട് ആ ഗുളിക കഴിപ്പൊക്കെ ഞാൻ നിർത്തിത്തരാന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു. ഇങ്ങനെ ഈ അത് കഴിഞ്ഞ് ഇങ്ങനെ മോളെ വിളിച്ചിരുത്തി എന്താ അതിൽ സാറ്
വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് വെച്ച് വല്ല ശ്രീജിത്ത് സാറ് സംസാരിച്ച് ഇങ്ങനെ വെച്ച് സിയാദിന് വല്ല ദുശീലങ്ങളുള്ളയാണോ? ഓക്കെ, ഇങ്ങനെയെല്ലാം നമ്മളോട് ചോദിക്കുന്നു. പോലീസുകാർ ഇത്തരത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം എപ്പോഴുണ്ട്? വീട്ടിൽ വന്നതിന് ശേഷം സിയാദിന് വയ്യ. അസ്വസ്ഥത ഉണ്ടായിരുന്നു. രാവിലെ 8 മണിയായപ്പോഴത്തെ വിട്ടായിരുന്നു. SI അങ്ങോട്ട് വന്നിട്ട് CI വന്നിട്ട് വിടാന്ന് പറഞ്ഞായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ 8 മണിയായപ്പോഴത്തേക്ക് വിട്ട്. അതിനുശേഷം എങ്ങനെയായിരുന്നു ആരോഗ്യസ്ഥിതി? അതിന് മുമ്പ് ഇതെനക്ക് ഇക്കായ അടിച്ചോന്ന് ഞാൻ ചോദിച്ചു. അവിടെ നിന്ന് പരസ്യമായിട്ട് ഞാൻ ചോദിച്ചു. ഉറക്കെ തന്നെ ചോദിച്ചു. ഞാൻ രഹസ്യമായിട്ട് ചോദിച്ചതുമില്ല. എന്നാൽ ഞാൻ പറഞ്ഞു ഇക്കായ അടിച്ചോ? ഇക്ക നിന്നെ അടിച്ചോ? ഇങ്ങനെ ഞാൻ ചോദിച്ചത്. ഇക്ക നിന്നെ അടിച്ചോ? ആരെങ്കിലും അടിച്ചോന്ന് ചോദിച്ചു. പറഞ്ഞു എന്നേരം ഇക്ക മുമ്പോട്ട് ഇങ്ങനെ നടന്നു വന്നു. ഗ്രില്ലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് അടിച്ച് എന്നെ ജീപ്പിനകത്തിട്ട് അടിച്ചു. എന്നേരം വേറൊരു പോലീസുകാരെ ഇങ്ങോട്ട് വന്നിട്ട് നിന്നെ അടിച്ചോടാ, നിന്നെ അടിച്ചോ? ഞാൻ പറഞ്ഞു എന്നെ അടിച്ചു എന്ന് ഉറക്കെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പിറ്റേന്ന് ഇക്കായി വിട്ട് കഴിഞ്ഞ് കൊച്ചിനെ കിട്ടി. നമുക്ക് 4 മണിയായി കൊച്ചിനെ കിട്ടിയ. വില്ലൂർ കുളത്തിന്റെ അടുത്ത് വെച്ചാൽ കൊച്ചിനെ കിട്ടുന്നത്. അന്നേരം കൊച്ചിനടുത്ത് ചോദിച്ചാൽ കൊച്ചി ബീച്ചിൽ കിടന്ന് ഉറങ്ങിയതാന്ന് പറഞ്ഞു. ഇതൊന്നും അറിഞ്ഞതുമില്ല. അതായത് യാതൊരു കാരണവുമില്ലാതെ ഒരു കുട്ടി മിസ്സിംഗ് ആയതിന്റെ പേരിലാണ് സിയാദിനെ ഇവിടെ നിന്ന് പോലീസ് കൊണ്ടുപോയതിനു ശേഷം ഈ ജീപ്പിൽ വെച്ച് മർദ്ദനമേൽക്കുന്നതായിട്ട് സിയാദ് തന്നെ ഈ കുടുംബത്തോട് വെളിപ്പെടുത്തുന്നു. പിന്നീട് ഉള്ള ദിവസങ്ങളിൽ സിയാദ് ചികിത്സയിലേക്ക് പോകുമ്പോൾ പോകെ ആരോഗ്യനില വയ്യായിരുന്നു. ജ്യൂസ് മാത്രം ഇപ്പൊ ഈ കുറച്ച് ഈ മെഡിക്കൽ കിടന്നപ്പോഴും ജ്യൂസ് പോലും കുടിക്കാൻ പറ്റത്തില്ല. തൊണ്ട നനയ്ക്കാൻ വെള്ളം. അപ്പൊ എന്താണ് അവസാനം ഈ അസുഖം മൂർച്ഛിച്ച സാഹചര്യത്തിൽ എന്താണ് ഡോക്ടർമാർ പറഞ്ഞത്? ഡോക്ടർമാര് കറക്റ്റ് മെഡിക്കലിലെ ഡോക്ടർമാർ എന്തോ പറഞ്ഞെന്ന് കറക്റ്റ് വാരിയലിന് പൊട്ടലുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇവിടെ ആയിട്ട് ഒരു ശരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ? ഇല്ല, പക്ഷെ വന്നെന്നും പറഞ്ഞാണ് ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോ വാരിയലിനേറ്റ ക്ഷതം തന്നെയാണ് ഈ ഇത്തരത്തിലൊരു മരണ കാരണം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി തന്നെയാണ് ഈ കുടുംബവും കാത്തിരിക്കുന്നത്. വലിയ സങ്കടകരമായ കാര്യം തന്നെയാണ്. കാരണം നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു യുവാവ് എന്നുള്ള നിലയിലാണ് സിയാദിന്റെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്നത്. ഈ സാഹചര്യത്തിൽ സിയാദ് ഒരു കുട്ടി മിസ്സിംഗ് ആയ സംഭവത്തിൽ ഇടപെടുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു കേസിൽ കുടുങ്ങുന്നു. ആ കുടുങ്ങിയ കേസിനായിട്ടാണ് പോലീസ് വന്ന് ഈ സിയാദിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. സിയാദ് ഈ ഫിറ്റ്സ് പോലുള്ള രോഗമുള്ള ഒരു യുവാവാണ്. അതുകൊണ്ട് തന്നെ ഗുളികകളൊക്കെ കഴിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എന്നിട്ട് പോലും രോഗാവസ്ഥയിൽ പോലുമാണ് സിയാദിനെ ഈ വീട്ടിൽ നിന്നും പോലീസ് ഇങ്ങനെ പിടിച്ചുകൊണ്ടു പോവുകയും ഇത്തരത്തിൽ മർദ്ദനമേൽക്കുകയും ചെയ്തു എന്ന് കുടുംബം ആരോപിക്കുന്നത്. ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുകയാണ്. അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തണം. കുറ്റക്കാരാണോ പോലീസുകാരെന്നുള്ളതൊക്കെ പോലീസ് തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഈ കുടുംബം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ്.